നമസ്കാരം. നമ്മുടെ പുരാണങ്ങളും മറ്റ് മതഗ്രന്ഥങ്ങളും സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് മാത്രമല്ല പ്രതിപാദിച്ചിരിക്കുന്നത്, പുനർജന്മത്തെയും മോക്ഷത്തെയും കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാം. പുരാണങ്ങളിൽ ഗരുഡ പുരാണത്തിലാണ് മരണത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമെല്ലാം കൂടുതലായും പരാമർശിച്ചു കാണുന്നത്. വിശ്വാസപ്രകാരം മരണത്തിന് ശേഷം ആത്മാവ് കർമ്മത്തിനനുസരിച്ച്, അതായത് നാം ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് സ്വർഗത്തിലോ നരകത്തിലോ എത്തുന്നു. കൂടാതെ പിതൃലോകത്തും എത്തുന്നതായി കാണാം. നമ്മുടെ ശിക്ഷകൾ നരകത്തിൽ വെച്ച് നടപ്പിലാക്കി സ്വർഗത്തിലെത്തിയ ആത്മാവിനേക്കാളും വളരെ നേരത്തെ തന്നെ ഈ ആത്മാക്കൾ പുനർജനിക്കുന്നു. എന്നാൽ സ്വർഗത്തിലെത്തിയവർ അവിടുത്തെ സമയദൈർഘ്യത്താൽ വളരെ വൈകിയാണ് പുനർജന്മമെടുക്കുന്നത്. ചിലർ 1000ഓളം വർഷങ്ങൾ കഴിഞ്ഞാണ് പുനർജനിക്കുക. ഇവ രണ്ടിലും പെടാതെ മോക്ഷപ്രാപ്തി ലഭിക്കുന്നവരാണ് പിന്നീട് പുനർജനിക്കാതെ ഇരിക്കുന്നത്. നാം പുനർജനിക്കപ്പെട്ടതാണെങ്കിൽ മുൻപ് നരകത്തിലായിരുന്നോ സ്വർഗത്തിലായിരുന്നോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് ഗരുഡ പുരാണത്തിൽ പരാമർശിച്ചതായി കാണുന്നു. ഇവയിൽ സ്വർഗത്തിൽ പോയതിനു ശേഷമാണ് നാം പുനർജനിക്കുന്നത് എങ്കിൽ ഗരുഡ പുരാണ പ്രകാരം ഈ 5 ലക്ഷണങ്ങൾ നമ്മളിൽ കാണുന്നു. അവ ഏതെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം ഒരിക്കൽ പുനർജന്മമെടുത്താൽ മുൻജന്മത്തിലെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നതായിരിക്കും. ഇതിനാൽ തന്നെ നാം മുൻപ് എവിടെയായിരുന്നു എന്നോ സ്വർഗത്തിലാണോ നരകത്തിലാണോ ഉണ്ടായിരുന്നത് എന്ന് പോലും നമുക്കറിയുവാൻ സാധിക്കുന്നതല്ല. ഇനി പറയാൻ പോകുന്ന ഈ 5 ലക്ഷണങ്ങൾ നമ്മളിൽ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മൾ മുൻപ് മരണത്തിനു ശേഷം സ്വർഗത്തിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. സ്വർഗത്തിൽ പോയ ആത്മാവ് പുനർജനിക്കുമ്പോൾ അവർ ഏവരോടും സ്നേഹത്തിലാകുന്നു. അവർ ഏത് കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് ഓർക്കുന്നവരും സഹായം ആവശ്യമുള്ളവരെയും ദരിദ്രരെയും ഇവർ സഹായിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ വീടുകളിൽ ഭഗവാൻ സ്വയം വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. കാരണം ഭഗവാൻ എപ്പോഴൊക്കെ ഭൂമിയിൽ അവതരിച്ചുവോ അപ്പോഴെല്ലാം സമൂഹത്തിന് നന്മ മാത്രമാണ് ചെയ്തിരുന്നത്. അടുത്ത ലക്ഷണം എന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ ഇവർ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ജനിച്ച നാൾ മുതൽക്ക് തന്നെ ഇവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വല്ലാത്ത താല്പര്യമായിരിക്കും. ഇവർ സഹായിക്കുമ്പോൾ എന്തെങ്കിലും തിരിച്ചു ലഭിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കാറില്ല. മറിച്ച് മറ്റുള്ളവർക്ക് നന്മ മാത്രമേ ഇവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കും. ഇങ്ങനെ സഹായിക്കുന്നതിലൂടെ ഇവർക്ക് മനസ്സമാധാനവും ലഭിക്കുന്നു. അടുത്ത ലക്ഷണം, സ്വർഗത്തിൽ നിന്നും വന്നവർ എപ്പോഴും സൽസ്വഭാവികളായിരിക്കും. ഇവരുടെ സംസാരത്താൽ തന്നെ ഏവരും ഇവരെ ഇഷ്ടപ്പെടുന്നു. ഇവർ എവിടെ ചെന്നാലും ഏവരും ഇവരെ ഇഷ്ടപ്പെടുകയും ആദരവ് നൽകുകയും ചെയ്യുന്നു. കൂടാതെ ഇവർ എപ്പോഴും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്നെന്തെന്നാൽ എപ്പോഴും ധർമ്മം ചെയ്യുവാൻ ഇവർ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. സ്വർഗത്തിൽ പോയ ആത്മാക്കൾ പുണ്യാത്മാക്കളാകുന്നു. അതിനാൽ തന്നെ അടുത്ത ലക്ഷണമായി പറയുന്നത് ഇവർ എളുപ്പത്തിൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ പ്രവൃത്തികളാൽ തന്നെ ഇവർ ഏവരുടെയും ആദരവ് നേടുന്നു. ഇങ്ങനെയുള്ളവരുടെ ദന്തങ്ങൾ വളരെ സുന്ദരമായിരിക്കും എന്ന് ഗരുഡ പുരാണത്തിൽ പരാമർശിച്ചു കാണുന്നു. അടുത്ത ലക്ഷണം എന്നത് ദൈവാനുഗ്രഹം ഇവർക്ക് എപ്പോഴും കൂടെയുണ്ടാകും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവരുടെ ആരോഗ്യം എപ്പോഴും നല്ലതായിരിക്കും. എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഇവരുടെ ജീവിതത്തിൽ വന്നാലും അതിനെ പെട്ടെന്ന് തന്നെ ഇവർ തരണം ചെയ്യും എന്നുള്ളതും മറ്റൊരു സവിശേഷതയാണ്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ളവർ എപ്പോഴും സമൂഹത്തിന് നന്മ മാത്രം ചെയ്യുകയും എല്ലാവരാലും ഇവർ സദാ ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. ഇപ്പറഞ്ഞ 5 ലക്ഷണങ്ങളാണ് സ്വർഗത്തിൽ നിന്നും പുനർജനിച്ച മനുഷ്യർക്ക് കാണാൻ കഴിയുന്നത്. ഏവർക്കും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു.